രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ സംരക്ഷിക്കില്ല എന്ന നിലപാടിൽ ഉറച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിരിക്കുകയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നാണ് നേതാക്കളുടെ പക്ഷം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്ന യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ നിലപാടിലും നേതാക്കൾക്ക് കനത്ത അതൃപ്തിയുണ്ട്. രാഹുലിനെതിരെ നടപടിയെടുത്തുകൊണ്ട് ഐക്യകണ്ഠേനയാണ് നേതാക്കളുടെ പക്ഷം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം സംരക്ഷിക്കുന്നു എന്ന വിമർശനങ്ങൾക്കിടെയാണ് നിലപാട് കടുപ്പിച്ചുകൊണ്ട് മുതിർന്ന ഈ രണ്ട് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ സസ്പെൻഷൻ നടപടി പ്രഖ്യാപിച്ചതിന് കെ.പി.സി.സി. അധ്യക്ഷനാണ്. കെ.പി.സി.സി. നടപടി പരസ്യമായി ചോദ്യം ചെയ്യുന്നത് അച്ചടക്ക ലംഘനമാണ് എന്നാണ് വി.ഡി. സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും നിലപാട്. അടൂർ പ്രകാശിന്റെ നിലപാട് എതിരാളികൾ ആയുധമാക്കുമെന്നും നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. ഇന്നലെയായിരുന്നു രാഹുലിനെ പിന്തുണച്ചുകൊണ്ടുള്ള അടൂർ പ്രകാശിന്റെ പ്രതികരണം വന്നിരുന്നത്. ചാനലുകൾ രാഹുലിനെ ക്രൂശിക്കുകയാണ് എന്നായിരുന്നു അടൂർ പ്രകാശ് പറഞ്ഞത്. പുറത്തു വന്ന ശബ്ദരേഖകളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എഐയുടെ കാലമല്ലേ എന്നായിരുന്നു അടൂർ പ്രകാശിന്റെ മറുപടി. ഇതുവരെയും രാഹുലിനെതിരെ പരാതി ലഭിച്ചിട്ടില്ല എന്നും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാനാണ് രാഹുലിനോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടതെന്നും എംഎൽഎ സ്ഥാനം ഒഴിയാൻ പറഞ്ഞില്ല എന്നും അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഇപ്പോൾ വിമർശനം ഉന്നയിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം രണ്ട് തട്ടിലാണ്. രാഹുലിന് സംരക്ഷണം ഒരുക്കരുത് എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. രാഹുലിനെതിരെ ഉയർന്നത് ഗുരുതര ആരോപണങ്ങളാണെന്നും നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. രാഹുലിനെ സസ്പെൻഡ് ചെയ്തതോടെ നടപടി സ്വാഗതാർഹമായി എന്നാണ് ഇവർ നിലപാട് സ്വീകരിക്കുന്നത്. ഗർഭഛിദ്രം അടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കെ സ്ത്രീകൾക്കൊപ്പം എന്ന നിലപാട് ഉയർത്തി രാഹുൽ എംഎൽഎ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇനിയും സംരക്ഷിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും ഇവർ പറയുന്നുണ്ട്. എന്നാൽ അതേസമയം രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ തന്നെ ഷാഫി പറമ്പിൽ എം.പിയും ഒരു വിഭാഗം നേതാക്കളും സ്വീകരിക്കുന്നത്. രാഹുലിനെ മാറ്റി നിർത്തരുതെന്നാണ് നേതാക്കൾ പറയുന്നത്. രാഹുലിനെതിരായ സസ്പെൻഷൻ നടപടി അനാവശ്യമാണെന്നും രാഹുലിനെ ഒപ്പം നിർത്തണമെന്ന പ്രവർത്തകരുടെ വികാരം മാനിച്ചില്ല എന്നും എ ഗ്രൂപ്പ് നേതാക്കളും പറയുന്നുണ്ട്. രാഹുലിനെ മണ്ഡലത്തിൽ എത്തിക്കാനും എ ഗ്രൂപ്പ് ശക്തമായ നീക്കം നടത്തുന്നതായാണ് വിവരം.